പാനൂർ വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ് അഡ്വക്കേറ്റ് വി വി രാജേഷ്. വി വി രാജേഷ് നേരത്തെ BJP ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. കരുമം വാർഡിൽ നിന്നും ജനം TV ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് കരുമം വാർഡിലാണ്. കരുമം വാർഡിൻ്റെ കൗൺസിലറാണ് GS ആശാനാഥ്. ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. BJP കൗൺസിലർമാരുടെ യോഗത്തിലായിരുന്നു തീരുമാനം ഉണ്ടായത്. നേരത്തെ തന്നെ 2 പേരുടെ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിരുന്നു. കേന്ദ്രം അംഗീകരിച്ച പേരുകളാണ് ഇപ്പോൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് പ്രഖ്യാപിച്ചത്, മാധ്യമങ്ങളെ അറിയിച്ചത്. കൗൺസിലർമാരുടെ യോഗം തുടരും. ആ യോഗത്തിന് ശേഷം തിരുവനന്തപുരം നഗരത്തിൻ്റെ നിയുക്ത മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷും നിയുക്ത ഡെപ്യൂട്ടി മേയർ GS ആശാനാഥും മാധ്യമപ്രവർത്തകരെ കാണും. കാത്തിരുന്ന ആ തീരുമാനം ഒടുവിൽ വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് വി വി രാജേഷ് തിരുവനന്തപുരത്തിൻ്റെ മേയറാകും. GS ആശാനാഥ് ഡെപ്യൂട്ടി മേയറാകും. നാളെയാണ് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. LDFും UDFും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. ഇതിനകം തന്നെ അത് അറിയിച്ചതാണ്. കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. വി വിനീഷ് ചേരുന്നു വിശദ വിവരങ്ങളുമായി. വിനീഷ്, എന്തായാലും ഇനി അഭ്യൂഹങ്ങൾക്ക് ഇടമില്ല, തീരുമാനം വന്നിരിക്കുന്നു. നാളെ മേയർ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. BJPക്ക് 50 കൗൺസിലർമാരുണ്ട്. 2 സ്വതന്ത്രരുടെ പിന്തുണ BJP ഉറപ്പാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ കാത്തിരിപ്പ് ആയിരുന്നു, അതിനല്ലേ അവസാനമായിരിക്കുന്നത്. വിനീഷ്, വിശദമായ വിവരങ്ങൾ. തീർച്ചയായിട്ടും NDA സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരായിരിക്കും NDAയുടെ ആദ്യത്തെ മേയർ എന്ന ചോദ്യത്തിന് ഉത്തരം വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ABVPയുടെ എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന വ്യക്തിത്വമാണ് വി വി രാജേഷ്. അതിനുശേഷം തലസ്ഥാനത്ത് BJPയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് BJPയുടെ ജില്ലാ അധ്യക്ഷൻ പദവിയിലേക്ക് എത്തുന്നു. അതിനുശേഷമായിരുന്നു നിരവധി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വി വി രാജേഷ് മത്സരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ആ മത്സരങ്ങൾ വലിയ രീതിയിലുള്ള വോട്ട് മുന്നേറ്റം ഈ 2 നിയോജക മണ്ഡലങ്ങളിൽ BJPക്കായി വി വി രാജേഷ് കാഴ്ചവെക്കുന്നു. അതിനുശേഷം തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രീകരിച്ച് വീണ്ടും സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുന്ന കാഴ്ചയായിരുന്നു വി വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ആദ്യമായി പൂജപ്പര വാർഡിൽ നിന്ന് കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു വി വി രാജേഷ്. അതിനുശേഷം അന്ന് തന്നെ മേയർ കാൻഡിഡേറ്റ് എന്ന തരത്തിലേക്ക് വി വി രാജേഷിനെ വിലയിരുത്തുന്ന തരത്തിലുള്ള ഒരു വലിയ വികസന പദ്ധതികൾ തന്നെയായിരുന്നു വി വി രാജേഷ് അന്ന് മുതൽ കാഴ്ചവെച്ചത്. കഴിഞ്ഞ ദിവസം വരെയും വി വി രാജേഷിൻ്റെ പ്രവർത്തനം അത്തരത്തിൽ തന്നെയായിരുന്നു. ഇപ്പോൾ നിലവിൽ വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരിൽ നിന്ന് അദ്ദേഹം മത്സരിച്ച് വിജയിക്കുമ്പോൾ ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നപ്പോഴും സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടുറപ്പുള്ള നിലപാട് പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് BJP കൈക്കൊള്ളാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സംഘടനാ തലത്തിലുള്ള ഒരു അന്തിമമായ തീരുമാനം വന്നിരിക്കുന്നു. ആ അന്തിമ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ട് അത് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വി വി രാജേഷിനെ മേയർ കാൻഡിഡേറ്റായി NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നാളെയാണ് BJPയുടെ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുക. എന്തായിരുന്നാലും ഏറെ അഭ്യൂഹങ്ങൾ വിവിധ തരത്തിൽ ചില മാധ്യമങ്ങൾ പരത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകകണ്ഠേന ഇപ്പോൾ വി വി രാജേഷിനെ NDAയുടെ മേയർ കാൻഡിഡേറ്റായി തിരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് BJP എത്തിയിരിക്കുന്നു. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് നടത്തുന്നു. പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇത്തരത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുന്നത് എന്നായിരുന്നു വി വി രാജേഷിൻ്റെ വാക്കുകൾ. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ
നമുക്കറിയാം വി വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം തവണയാണ് കൗൺസിലർ സ്ഥാനത്തേക്ക് കടന്നെത്തുന്നതെങ്കിൽ പോലും പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു വി വി രാജേഷ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമുക്ക് കാണാൻ സാധിച്ചതുമാണ്. അത് പൂജപ്പുര ജനവാസികൾക്ക് എന്നും അറിയാവുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ വി വി രാജേഷ് കഴിഞ്ഞ കുറച്ചു നാളുകളായി തിരുവനന്തപുരം നഗരസഭയിൽ നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ വികസന രേഖ, പ്രത്യേകിച്ച് BJPയുടെ അടിസ്ഥാനപരമായി എങ്ങനെയായിരിക്കണം തിരുവനന്തപുരം നഗരത്തിലെ വികസനങ്ങൾ, അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരിക്കണം, അതിൻ്റെ കൃത്യമായ പ്ലാൻ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കുന്നതിൽ BJPക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച നേതാവ് തന്നെയാണ് വി വി രാജേഷ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെയും സംഘടനാ തലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, ആ സംഘടനാ മികവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മേയർ സ്ഥാനാർത്ഥിയായി, ഇപ്പോഴത്തെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ BJP നേതൃത്വം വി വി രാജേഷിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ഒരു യുവനിരയിലെ വനിതയെ തന്നെ BJP ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി എത്തിച്ചിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ പ്രഖ്യാപനം നടന്നിരിക്കുന്നു. ആശാനാഥാണ് നിലവിൽ BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം. ഒരു നിമിഷം ഞാൻ എടുക്കുകയാണ്. തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് PL ബാബുവിനെയും വൈസ് ചെയർപേഴ്സണായി രാധിക വർമ്മയെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൂടി നടന്നിരിക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടെ തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് PL ബാബുവിനെയും വൈസ് ചെയർപേഴ്സണായി രാധിക വർമ്മയെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വാർത്താക്കുറിപ്പും പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. യെസ് വിനീഷ്, തുടരാം. വിനീഷിലേക്ക് പോകുന്നു. വിനീഷ്, തുടരാം. അഡ്വക്കേറ്റ് വി വി രാജേഷ് തിരുവനന്തപുരം നഗരസഭയുടെ മേയറാകും എന്ന കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കുന്നു. മേയർ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് വി വി രാജേഷ് മത്സരിക്കും. നാളെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ആശാനാഥ് GS മത്സരിക്കും. കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് അഡ്വക്കേറ്റ് വി വി രാജേഷ് നഗരസഭ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കരുമം വാർഡിൽ നിന്നാണ് GS ആശാനാഥ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവനന്തപുരം നഗരസഭയെ, കോർപ്പറേഷനെ ഇനി നയിക്കുക ഇവരായിരിക്കും. നാളെയാണ് മേയർ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുമുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. 2 സ്വതന്ത്രരുടെ പിന്തുണ BJPക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൻ്റെ കാര്യത്തിലും അതുപോലെ വൈസ് ചെയർപേഴ്സൻ്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടായിരിക്കുന്നു. അഡ്വക്കേറ്റ് PL ബാബു ചെയർപേഴ്സണായി മത്സരിക്കും. രാധിക വർമ്മ വൈസ് ചെയർപേഴ്സണായി മത്സരിക്കും. വിനീഷ് തത്സമയം തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനീഷ്, കൗൺസിലർമാരുടെ യോഗത്തിന് ശേഷം അഡ്വക്കേറ്റ് വി വി രാജേഷും GS ആശാനാഥും മാധ്യമങ്ങളെ കാണുമോ? മറ്റ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഇരുവരും മാധ്യമങ്ങളെ കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ഡെപ്യൂട്ടി മേയറും മേയർ സ്ഥാനാർത്ഥിയും ആരാണ് NDAയുടെ എന്നത് കൃത്യമായ ഒരു പ്രഖ്യാപനം, ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കൗൺസിലർമാരുടെ യോഗം എനിക്ക് പുറകിലായി കാണുന്ന ഹാളിൽ നടക്കുകയാണ്. അവിടെ ഇനി വിപ്പ് നൽകുന്ന നടപടിക്രമത്തിലേക്കാണ് കടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിപ്പ് നൽകിക്കൊണ്ട് നാളെ എങ്ങനെയാണ് മേയർ തിരഞ്ഞെടുപ്പിലേക്ക് നേരിടേണ്ടത്, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കൗൺസിലർമാർക്ക് മുന്നിൽ ഇന്ന് വിശദീകരിക്കുന്നത്. അതിനുശേഷം നാളെയാണ് മേയർ തിരഞ്ഞെടുപ്പ്. എന്തായിരുന്നാലും ഏറെ നിർണായകമായ ഒരു തീരുമാനം. ഏറെ അഭ്യൂഹങ്ങൾ നേരത്തെ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് BJPക്കുള്ളിൽ വലിയ ആശയക്കുഴപ്പം എന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പടച്ചുവിട്ടിരുന്നു എന്നതാണ് BJP നേതാക്കൾ ആക്ഷേപമായി ഉയർത്തിയത്. പ്രത്യേകിച്ച് സംഘടനാ സംവിധാനത്തിൽ BJP ഒരു ഐക്യകണ്ഠേന എടുക്കുന്ന തീരുമാനമാണ് പിന്നീട് ഔദ്യോഗിക പ്രഖ്യാപനമായി നടത്തുന്നത്. പക്ഷേ മാധ്യമങ്ങൾ ചില വാർത്തകൾ നേരത്തെ പടച്ചുവിട്ടുകൊണ്ട് BJPക്കുള്ളിൽ ആശയക്കുഴപ്പം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ചില മാധ്യമങ്ങളെങ്കിലും നടത്തി എന്ന ആക്ഷേപമാണ് ഇപ്പോൾ BJP പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും വി വി രാജേഷിനെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി BJP ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ചരിത്രം നിമിഷം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും